പക്ഷേടല്ലോ ചില സമയത്ത് ശരിക്കൊരു കൊമ്പനാണവൻ. കൊല വിളിച്ച് കൊമ്പും കുലുക്കി പാഞ്ഞു വരുന്ന കാട്ടുകൊമ്പൻ. അവന്റെ മതം പൊട്ടൽ എത്ര തവണ കണ്ടിട്ടുള്ളവനാ ഞാൻ. ആലായാൽ തറ വേണം, പാടമായാൽ ഇടി വേണം, ഇടിക്കാനായി 3-4 ഗുണ്ടോളും വേണം. കലക്കി കലക്കി. ആ ചെറ്റ പണിക്കർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്തുള്ള കൊട്ടേഷൻ വൃത്തിയായിട്ട് ചെയ്തു. സാക്ഷാൽ ആണ്ടവൻ ഇങ്ങനെ നെറുകന്തലിൽ ചാപ്പ കുത്തി ഓരോരുത്തരെ പറഞ്ഞയക്കുമ്പോ അവരവര് ചെയ്യേണ്ട പണിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ പണി നിങ്ങൾ കലക്കി. സമ്മതിച്ചു. അപ്പൊ പിന്നെ എന്റെ പണി എനിക്ക് അങ്ങോട്ട് തുടങ്ങാലോ. അതിലാർക്കും എതിർപ്പൊന്നുമില്ലല്ലോ. കണ്ട ലീഡർ സാറ് പറഞ്ഞ പോലെ പുറകീന്ന് കുത്തരുത്. കുത്തിയാ മക്കളെ പാട്ടുപെടും, പെടാ പാട്ടുപെടും. ആയൻകുട്ടിയെ നമ്മുടെ പണി അങ്ങോട്ട് മുഴങ്ങട്ടാ. ഒരുമാതിരി ജ്വല്ലറി കടക്കാരുടെ പരസ്യം പോലെ ആണ്ടവന്റെ കാര്യം. പണിക്കുറവുമില്ല, പണിക്കൂലില്ല. ഈ വക പണിക്കിട്ട് കുറവുമില്ല, അതിനിട്ട് 5 പൈസയുടെ കൂലിയില്ല.
വെറുതെ ഇരിക്കുമ്പോ മേലരങ്ങാൻ നടത്തുന്ന കസർത്ത് പണിയല്ല ആണ്ടവനാത്തല്ലേ. അതൊരു സ്റ്റോറിയാ. ആണ്ടവനും പണിക്കരും തമ്മിൽ നടന്ന ഒരു പെടപെടപ്പൻ പോരിന്റെ സ്റ്റോറി. ആ കഥയിൽ ആണ്ടവൻ കള്ളനാ, പണിക്കരെ കട്ടുമുടിച്ച കള്ളൻ. ബൈ. ആ അത് ശരി, പുലരാൻ നേരത്ത് പോയാൽ മതി, ഇത് ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ വലിയ തിരക്ക് അഭിനയിച്ചിട്ട് എനിക്കറിയാം പോവാൻ ഒട്ടും മനസ്സ് വരുന്നില്ല എന്ന്. ശരിയാ, അങ്ങനെ വെറുതെ പോവാൻ ആണ്ടവേട്ടന് മനസ്സ് തോന്നണില്ല. ഇതിന്റെ ഉള്ളിൽ ഉണക്കമുന്തിരി നിറച്ചു വെച്ചേക്കല്ല. ഇവിടെ കിടന്ന് അലറി വിളിച്ചാലും ഞാൻ 2-3 വെടി പൊട്ടിച്ചാലും പുറമുള്ളവരാരും അറിയാൻ പോണില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പണിക്കരേട്ടന്റെ ഒരു സൂക്കേസ് ഉണ്ടായില്ലേ, അതേവിടെ വെച്ചേക്കണേ? സീരിയല് തുടങ്ങി. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. ഇനി ഞാൻ ആ മുടി അങ്ങോട്ട് ചുറ്റിപ്പിടിച്ച് ചുമരിലടിച്ച് നെറ്റി പൊട്ടി ചോര ഒലിക്കുമ്പോ പറയും, എന്തൊരു മനപ്പൊരുത്തം, എന്തൊരു മനപ്പൊരുത്തം. ഡോണ്ട് വേ. ആ പണിക്കര കീപ്പിംഗ് തിരക്കേടില്ലല്ലോ ഉണ്ടത്തി ചേച്ചിയെ. ഈ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാ ഇങ്ങനെ കീപ്പ് ചെയ്യണം, സേഫായിട്ട്, ആരും കാണാതെ. തുറക്കല്ലേ? അങ്ങേര് ജ്വല്ലറിൽ കീപ്പ് ചെയ്തിരുന്ന ഇച്ചിക്കോളം സ്വർണ്ണം ഞാൻ കഴിഞ്ഞ മാസം അടിച്ചു മാറ്റി. അതുകൊണ്ട് എന്തായി, 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്താൻ പറ്റി. മുടുക്കൻ അച്ചടക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ടെൻഷൻ അടിക്കണ്ട, ഇതൊരു നല്ല കാര്യത്തിന് കൊണ്ടുപോണ പൈസയാ. ആശുപത്രിയിൽ നിന്ന് ബോർഡ് എഴുതി വെച്ചിട്ടേ പണിക്കര് കെട്ടിപ്പോയിക്ക് വലിയൊരു ബ്ലേഡ് കമ്പനിയില്ലേ, അവിടെ ഒരു കുട്ടി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണുണ്ടേ. ബില്ല് കണ്ടപ്പോ ദേ കിടക്കണ കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട്. അവാർഡ് കിട്ടാണ്ടൊന്നല്ല, പേവാർഡിലെ ബില്ലടക്കണ്ടേ. പാവങ്ങളാ, അവറ്റ എളപ്പ എങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും ആ ബില്ലടയ്ക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? പണിക്കർ ഈ പെട്ടിയിലിരിക്കുന്ന കാശെടുത്ത് അവിടുത്തെ പെട്ടിയിലിട്ടാൽ അവറ്റകൾക്ക് ആശുപത്രിയിൽ നിന്നും വരാം. ഈ ബ്ലാക്ക് ഇത്തിരി വൈറ്റ് ആവും, സർക്കാരിന് ആ വകയിൽ നികുതിയും കിട്ടും. എന്തേ മറന്നു നന്നായി. ഇപ്പോഴൊരു കാര്യം ആലോചിച്ച്, ഉണ്ടത്തി ചേച്ചി ഇപ്പൊ പണിക്കർക്ക് വേണ്ടി മാത്രം ചെയ്യണ പണിയില്ലേ, അത് നാട്ടുകാർക്ക് മുഴുവൻ വേണ്ടി ചെയ്യണ ഒരാള് ഞങ്ങളുടെ ചേരിയിലുണ്ട്. സറിസു വലിയ യൂണിയൻ അവരുടെ. എന്താ നോക്കണ ഒരു മെമ്പർഷിപ്പ്? ആലോചിച്ചിട്ട് മതി. പോട്ടാ സിയടി മൂസേ. ആശുപത്രി കൊടുത്തത് പോട്ടെ, ബാക്കി ഉണ്ടായിരുന്നു ലിമ്മിന് കാശി. അത് പൊതിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിനാ അഹങ്കാരം, അല്ലാതെന്താ. കള്ളപ്പണം മോഷ്ടിക്കാം, ചെലവാക്കാൻ പാടില്ല അല്ലേ? ഏതായാലും കള്ളനെന്ന് പേരുണ്ട്, എന്നാ പിന്നെ സ്ഥിരം ദൂരേക്ക് ജീവിച്ചൂടെ? ഈ പണിക്കരുടെ മാത്രം കക്കുന്നു, എന്തിനെത്ര വാശി പിടിക്കണേ? അതെനിക്ക് മനസ്സിലാവത്തത്. എന്താ മിണ്ടാത്തെ? നിന്റെ കൊരവള്ളി പൊട്ടിയാ? ആണ്ടവൻ കക്കണേൽ ഒരു കാമ്പുണ്ട് മോനെ, സമ്പാദിച്ചു കൂട്ടാനാണെങ്കിൽ പണി വേറെ ഉണ്ടല്ലോ. പിന്നെ നീ കക്കണത് നാടകമാക്കാനാണല്ലോ. എന്റെ ആണ്ടവാ, എല്ലു മുറിയെ കട്ട പല്ലു മുറിയെ തിന്നാം. നീ കേട്ടിട്ടില്ലേ? ഒക്കുന്ന കാലത്ത് കാപത്ത് കട്ട, ആപത്ത് കാലത്ത് പോലീസ് പൊക്കും, പോലീസ് പൊക്കും, പോലീസ് പൊക്കും. ആണ്ടവാ നിന്ന പോലീസ്. അതെടാ പോലീസ് പൊക്കും. അല്ല സാറേ, ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലീസ് സ്റ്റേഷൻ ഒഴിവൊന്നുമില്ലേ? നീയൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഒരു ദിവസവും പോലീസിനെ വല്ല കുടുങ്ങും. സാറ് അനാവശ്യം പറയരുത്, ഞാൻ അവിടെ കണ്ട് ഒരുപാട് നാളായി. ആരാടാ? ഓ സാറിന് എന്താ അറിയാത്ത പോലെ. ഏതായാലും അധികം നാൾ അവൻ ഒളിച്ചിരിക്കാൻ പറ്റുന്നൊന്നുമില്ല. പോലീസിനോട് അവന്റെ കളി. എന്റെ സർവീസ് ഇന്നത്തോടെ തീർന്നു. പക്ഷെ ഇനി വരാൻ പോണ ആളുണ്ടല്ലോ, അത്ര പെട്ടെന്ന് കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോടാ. അവനെങ്ങാൻ ആ ചേരിയിൽ വന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞ ഒറ്റ എണ്ണത്തിന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല, മനസ്സിലായോ? ആ എന്നാ പോ. ജീപ്പെടുക്കണോ? ഇപ്പോ ഇവിടെ വന്ന് ഓസി നിന്ന് ഭീഷണിപ്പെടുത്തി പോയുള്ള ഏമാമാര് ടൗൺ ക്ലീൻ ആക്കാൻ പോവാണത്രേ. ഇനി അധികകാലം കച്ചവടം ചെയ്യാൻ പാടില്ലെന്ന്. പിച്ചക്കാരും തട്ടുകടക്കാരും ഒഴിവാക്കിയ നഗരം നന്നാവുന്ന സർക്കാർ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ പറ്റുമപ്പാ, നമുക്ക് നോക്കാം, നീ ചുമ്മാതിരി. നാളെ പുതിയ SI ചാർജ് എടുക്കല്ലേ, മിനിമം 4 ദിവസം നമ്മുടെ കച്ചവടം സ്വാഹ.
പുതിയ ചാർജ് എടുക്കുമ്പോ ആള് കരുത്തനാണെന്ന് അറിയിക്കാൻ നാട്ടിലെ ഓട്ടർഷക്കാരോടും തട്ടുകടക്കാരുടെ അടുത്തല്ലേ കാണിക്കാൻ പറ്റൂ. എന്നാലല്ലേ അതിനൊരു പബ്ലിസിറ്റി കിട്ടുള്ളൂ. ഒന്ന് നിന്നോടത്തേക്ക് പപ്പ ഒരു കുഴപ്പമില്ല. ഓട്ടറ കൊണ്ടുപോയ നായിന്റെ മോൻ ഇനി അവന്റെ പൊടി കിട്ടില്ല. 2 ദിവസമായിട്ടുള്ള കാണാൻ തുടങ്ങിയിട്ട് കണ്ണ് തെറ്റി അപ്പൊ കക്കും. എന്റെ അല്ലാ, 100 രൂപ ബീഫും പോകട്ടെയാ പക എടുത്തിട്ട് പോയത്. ഒന്ന് പോട്ടെ മൈനെ. എന്ത് പോട്ടേന്ന്? ഒരു പതി കൂടി എടുത്തേ. പണ്ടോറും വാരി വെച്ച് തിന്നത് അവനെ ഇന്ന് ഞാൻ ദാ, എന്തിനാ കരയണേ? മോൻ കരയണ്ട കേട്ടോ. മോൻ ആരും ചീത്ത പറയണ്ട. ഓ ഒക്കത്തെടുത്ത് വെച്ചിട്ട് കുപ്പിപ്പാലിയായിട്ട് അവിടെ തൊള്ളയിലേക്ക്. മോന്റെ വീട് എവിടെയാ? ഗുരുത്തക്കേറിന്റെ കൂടെ പ്രഭാണ്ടത്. മോന്റെ അച്ഛനോ? അച്ഛൻ ഇല്ല, അമ്മ? അമ്മ എന്നെ ഇട്ടിട്ട് പോയി. അത് ശരി, അത്ര ഗുരുത്തുള്ള വിത്താവും. വേണ്ടവാ, ഇപ്പൊ തന്നെ നീ അവിടെ 3 എണ്ണത്തിന് കൊണ്ടിട്ടുണ്ട്. പോരാണ്ട ഈ കുരിശി നീ വിട്ടേ. സാറില്ല കേട്ടോ. അപ്പൊ എന്റെ റെസി 5ാമത് പെറ്റൂന്ന് അർത്ഥം. ഈ വണ്ടി തള്ളു. ഈ ഒടുക്കത്തെ കുടി വലി നിർത്താണ്ട് നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, അത് ഉറപ്പാ. എടി ആൾക്കാരെ കുടിക്കണേ സങ്കടം കൊണ്ടാ. ഇത് കണ്ട ഇടനെഞ്ച് കിടന്ന് പൊട്ടയാണ്. എനിക്കറിയാമോ? എന്റെ ഗൽബിൽ നീയാണ്, എന്റെ ഗൽബിൽ നീയാണ്. തുടങ്ങിയല്ലേ നിന്റെ വാങ്ങുവിളി. എടാ എനിക്കറിയാടാ, നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്റെ ഭാര്യ തന്നെയാണെന്ന്. വെറുതെ ഡൗട്ട് ഞാൻ എടാ എടുത്തോണ്ട് പോണ ഈ സാധനത്തിനാ. എടാ എനിക്ക് വേണ്ട ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ. ഞാനൊരു പുതിയ ബാക്ക് എഞ്ചിൻ ഓട്ടോറിക്ഷ വാങ്ങിച്ച് ആദ്യം പുതിയ ഓടിച്ച് പഠിച്ചോളാടാ. ഒന്ന് പോന്റെ ഭാസ്കര. എനിക്കറിയാതെ നിനക്ക് സൈക്കിളില്ല. നീ എന്താ പറഞ്ഞത്? ഞാൻ തൊണ്ടാ നീ കറുത്തു പോകുന്നല്ലേ? എടി ഞാൻ ആരുടെയൊക്കെ മോനും വണ്ടി വിടുമായിട്ടിയെ. നിനക്കത് പറയാം. സ്വന്തം കാമുകി മറ്റൊരുത്തിന്റെ ഭാര്യയായിട്ട് അയലോക്കത്ത് കഴിയുമ്പോഴുള്ള വേദന നിനക്കറിയില്ല. ഭാസ്കരനോടാ നിന്റെ കളി. ഒരുപാട് നടക്കും. എവിടെ കഞ്ഞിനെവിടെ? ഇതെന്താ പാടി തീർന്നില്ലേ? എന്നാ പതിവ് തെറ്റിക്കണ്ട, വലിക്കാനുള്ളത്. പോയി കിടന്നുറങ്ങ്. ആ ഫൈഡർമാനെ, ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. അവിടിഞ്ഞ് പുറത്തെ 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 പതുക്കെ. റസിയ, പതിവ് കോട്ട വന്നിട്ടുണ്ട്. ഒന്ന് വേണം വെക്കാതിരിക്കണ്ടോ? തിന്നണ സാധനത്തിന് മണം കിട്ടിയാ മതി. കുഴിച്ചിട്ടോടുന്ന എന്നിട്ട് വരും പഞ്ചാരങ്ങള്. ആണ്ടവാ, ഇവന് ഞാൻ അറിയും. നീ ആ മാർക്കന്റെ അപ്പുറത്തുള്ളല്ലേ? പറയടാ. മതി മതി, റാഗിങ്ങൊക്കെ പിന്നെ. പാലം പണിക്കോ അമ്മാച്ചിന്റെ പൂവിന്റെ പൊളിച്ചോടി പോയതാ. സാറില്ല കേട്ടോ, സാറില്ല. നിങ്ങൾ അത് എടുത്തുണ്ടോ കഴിച്ചേ? പോട്ടെ പോട്ടെ, സാറില്ല കേട്ടോ. ചേച്ചിക്ക് ഈ കുട്ടികള് ഒരു ബുദ്ധിമുട്ടാവുണ്ടല്ലേ? നല്ല കാര്യേ, ഒരു രസമല്ലേ കുട്ടികള്? ദേഷ്യം വരും പിത്താത്ത വല്ലതും പറയുന്നല്ലാണ്ട് അല്ലേ താത്ത? അപ്പൊ ആ രസത്തിന്റെ ഇടയില് ഇവനും കൂടി ആവുമ്പോ ഭയങ്കര രസവും. അവനിങ്ങി തന്നെ കണ്ടവാ. ഒഴിവുള്ളപ്പോ എനിക്ക് മെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായില്ലോ. പക്ഷേ അതിന് ഒഴിവുണ്ടാവോ സരസുവിനെ? വാടാ. അല്ല സരസു, നിങ്ങളുടെ ആൾക്കാർ ടൗണിൽ വലിയ സമ്മേളനം തുടങ്ങാൻ പോണെന്ന് കേട്ടു. നിങ്ങളുടെ പണിക്കും കിട്ടോ പെൻഷൻ? ഓ പിന്നെ ഇനി ആ പേരും പറഞ്ഞ് കൊറേ കാശുണ്ടാക്കും ചിലര്. അല്ല ആണ്ടവൻ ഇനി രാത്രി തന്നെ മടങ്ങോ? മനസ്സിലായി. സല്ലാപൻ.com നിന്ന് മനുഷ്യന് ന്യൂനമർദ്ദം കൂട്ടാതെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്കൂ സരസു. പോടാ വന്നേ വാവാ. എടാ നാരായണൻകുട്ടി, നീ ഉറങ്ങില്ലടാ? ഉറക്കം വരണില്ല. ഉറക്കം വരണില്ല, പോയി വിളിച്ചോണ്ട് വാടാ.
എടാ നീ ഇങ്ങനെ 24 മണിക്കൂർ ഈ വേഴാമ്പിൽ മഴ കാത്തിരിക്കുന്ന മാതിരി സരസുനെ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? മനസ്സിലുള്ള പ്രേമം തുറന്നങ്ങോട്ട് പറയടാ അവളോട്. സരസ്വനോട് പറയാൻ പറ്റാഞ്ഞിട്ടല്ല, ശിരസിന്ന് വരണ്ടേ. വരും വരും. ആ സരസുന്റെ കോഴിക്ക് മുല മുളയ്ക്കുമ്പോ വരും. ഒന്ന് പോടോ. ദാ, എത്ര രൂപ നിന്റെ പോക്കറ്റില് പറയടാ? 100 രൂപ. കഷ്ടപ്പെട്ടൊരു കളവ് കഴിഞ്ഞ് ആ തച്ച് കാശും പറഞ്ഞ് നക്കാപ്പ് ചെയ്ത് സ്വന്തമായിട്ട് എടുക്കൂ. അത് മുഴുവൻ പിള്ളേർക്ക് തീറ്റിപ്പണ്ടം വാങ്ങി മുടിക്കും. ദേ, നാളെ നേരം പുല്ലുമ്പോ എന്റെ നേരെ ഇറക്കാൻ വന്നോ 10 പൈസ ആയിട്ടില്ല. ഞാൻ ഒരു കുടുംബം തന്നെ തേച്ച് വടിവെപ്പിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിക്കറിയാ. എനിക്ക് എന്റെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടാൻ ഈ തച്ചുകാശ് ധാരാളം മതി. എന്റെ മായൻകുട്ടിയെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഹങ്ങൾ മാത്രമേ ആണ്ടവനുള്ളൂ. അതുമ്പോ വെറുതെ കളറ് വാരി പൂശാൻ മെനക്കെടുമ്പോഴാ നമ്മളെ പോലുള്ള പാവങ്ങള് ആ പണിക്കരുടെ ബ്ലേഡ് കമ്പനി കൊണ്ട് തല വെച്ചു കൊടുക്കണം. അപ്പൊ നാളെ ഇനി വെളുക്കാൻ അധികമില്ല. വടക്കോട്ടേക്കുള്ള പാസഞ്ചർ പോയാ അപ്പ കൂവും സരസൂന്റെ ചാത്തൻ കോഴി. ഇന്ന് നീ ഇവിടെ കിടക്കാൻ നോക്ക്. ചെന്നില്ലെങ്കിൽ പിണങ്ങും. ആര് തട്ടുമുള്ള പാറ്റയും പരിചാരിയാ? അവനവന്റെ സങ്കടം ബുദ്ധിമുട്ടും പറഞ്ഞ് ആശ്വസിക്കാനേ ആണ്ടവൻ ആ തട്ടുമ്പുറത്തെ പാറ്റിയും പരിചാരി മാത്രമേ ഉള്ളൂ. അത് ഓർക്കണ്ട എന്റെ മായിനെ. ഇല്ല ഇല്ല ഇല്ല, പോണില്ല പോണില്ല. പക്ക നടക്കങ്ങട്. എന്ത് കഷ്ടാ നോക്ക്. അറ്റൻഷൻ, ഡിസ്മിസ്. രമേശ്, മേഡം, ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട പേര് ഒരു ഭഗവാന്റേതായിരുന്നു. എന്താ രമേശ് ഇത്? ആണ്ടവൻ. ആണ്ടവൻ. പണിക്കർ എന്ന ബിഗ് ഷോട്ടിനെ വെറുപ്പിച്ചിരിക്കുന്ന ഈ ഭഗവാന്റെ പേരില് 3 4 പെറ്റി കേസ് അല്ലാതെ വേറൊന്നും രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ലല്ലോ. അതോ വന്ന് വന്ന് നിങ്ങൾ ഈ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയോ? അവനെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കാഞ്ഞിട്ടില്ല. പേര് പോലെ തന്നെ സ്വഭാവം, തൂണിലും തുരുമ്പിലും ഉണ്ട്. എന്ന് അന്വേഷിച്ചെന്നാലോ കാണേയില്ല. ഓഹോ, പണിക്കരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് കംപ്ലൈന്റ് കിട്ടിയാ അത് വെച്ച് മൂവ് ചെയ്യായിരുന്നു. അയാൾ അത് തരാതെ എന്ത് ചെയ്യും മേഡം? എന്റെ പരിസരക്കട മുത്തപ്പനാണ് ഇത് നുണ. വന്ന് വെള്ളാരം കല്ല് വെച്ച നുണ. എന്തായാലും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവരും അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷെ അവൻ ഈ ടൗണിൽ തന്നെ ഉണ്ട്. നിങ്ങളാരാ? അയ്യോ എന്റെ പൊന്നോടെ, ഞാനത് പറയാൻ വിട്ടു. ഞാൻ വെറും പണിക്കരാം.